5 വർഷമായി കാട് വരൾച്ചയിലായിരുന്നു. ഷേർ സിംഗ് ഇതൊക്കെ കണ്ട് വളരെ അസ്വസ്ഥനായിരുന്നു. എല്ലാ മൃഗങ്ങളും വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞു. മഹാരാജാവേ, അങ്ങയുടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരാം. കാട്ടിൽ മഴ പെയ്യിപ്പിക്കാനായിട്ട് നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്തോളാം. നമുക്കൊരു സന്യാസിയുടെ അടുത്തേക്ക് പോകേണ്ടി വരും. മഴ പെയ്യിക്കുവാനുള്ള വിദ്യ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. ശരി, എന്നാ നമുക്ക് ഇന്ന് തന്നെ സന്യാസിയുടെ അടുത്തേക്ക് ചെല്ലാം. സ്വാമി, കാട് മുഴുവൻ വരണ്ടിരിക്കുകയാണ്. എല്ലാ നദികളും തടാകങ്ങളും വറ്റി വരണ്ടു. മൃഗങ്ങൾ ഓരോന്നായി മരിച്ചു വീഴുകയാണ്. ഒരു പരിഹാരം പറഞ്ഞു തരണം സ്വാമി. നിങ്ങളുടെ കാടിന്റെ രക്ഷ ഒരു ഗർഭവതിയായ ആട്ടിൻകുട്ടിയിലാണ്. കാടിന്റെ രക്ഷ ആട്ടിൻകുട്ടിയുടെ കയ്യിലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. ചമ്പ എന്നു പേരുള്ള ഗർഭിണിയായ ആട്ടിൻകുട്ടി എന്നാണോ പാകിസ്ഥാനിലെ പുണ്യനദിയിൽ ചെന്ന് സ്നാനം ചെയ്യുന്നത്, അന്ന് നിങ്ങളുടെ കാടിന് മഴ ലഭിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണ് ആട്ടിൻകുട്ടിയെ കണ്ടുപിടിക്കുക? പാകിസ്ഥാനിന് സമീപമുള്ള ഒരു കാട്ടിലാണ് ചെമ്പ താമസിക്കുന്നത്. അവിടെ ചെന്ന് കണ്ടുപിടിക്കണം. ഷേർ സിംഗ് തന്റെ കൂട്ടുകാരുമായി ചെമ്പയെ കണ്ടുപിടിക്കാനായി പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടു. മഹാരാജാവേ, അങ്ങോട്ട് നോക്കിക്കേ. ആ കാണുന്നതാണ് പാകിസ്ഥാൻ. ആ, നദിയുടെ അപ്പുറത്ത് കാണുന്നതാണ് പാകിസ്ഥാൻ. സ്വാമി പറഞ്ഞത് പാകിസ്ഥാന് തൊട്ടടുത്തുള്ള കാട്ടിലാണ് ചെമ്പയെന്നല്ലേ? ഇതിനർത്ഥം ചെമ്പ ഇതിനകത്ത് ഉണ്ടാവുന്നല്ലേ? അതെ, നമുക്ക് പോയി കണ്ടുപിടിക്കാം. എല്ലാവരും ചേർന്ന് ചെമ്പയെ അന്വേഷിക്കുന്നു. അവരുടെ മുൻപിലേക്ക് ചെമ്പൈ വന്നുപെടുന്നു. നിന്റെ പേര് ചെമ്പയെന്നാണോ? അതെ, പക്ഷെ നിങ്ങളൊക്കെ ആരാ? എന്റെ പേര് ഷേർ സിംഗ് എന്നാണ്. ഞാൻ ഗീറിലെ വനത്തിൽ നിന്ന് നിന്നെ തേടി വന്നതാണ്. ഞങ്ങളുടെ കാട്ടിലാകെ വരൾച്ചയാണ്. സ്വാമി പറഞ്ഞത് കാട്ടിൽ മഴ പെയ്യിക്കാൻ നിന്നെക്കൊണ്ട് പറ്റുമെന്നാണ്. എന്റെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായി ഞാൻ നിന്നെ സഹായിച്ചേനെ. ഇതിനർത്ഥം നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലെന്നാണോ? പിന്നെ നിന്റെ ഭർത്താവ് എവിടെയാണ്? എന്റെ ഭർത്താവ് നല്ലൊരു മാന്ത്രികനായിരുന്നു. അദ്ദേഹം ശക്തിശാലിയുമായിരുന്നു. ഒരു ദിവസം രാക്ഷസന്മാർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഓ, അപ്പോ അദ്ദേഹം നിനക്ക് ആ ശക്തിയൊന്നും പറഞ്ഞു തന്നില്ലേ? അദ്ദേഹത്തിന്റെ കുഞ്ഞ് എന്റെ ഉദരത്തിലുണ്ട്. ആ കുഞ്ഞ് ജനിക്കുന്ന ദിവസം എന്റെ ഭർത്താവിന്റെ മാന്ത്രിക ശക്തികൾ മുഴുവൻ തിരിച്ച് എന്നിലേക്കും വരും. ആ, സ്വാമി ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ മന്ത്രശക്തി നിനക്ക് എപ്പോഴാണ് കിട്ടുകയെന്ന് വെച്ചാൽ നീ പാകിസ്ഥാനിലെ ആ പുണ്യനദിയിൽ ചെന്ന് സ്നാനം ചെയ്താൽ മാത്രമാണ്. അതെനിക്കറിയാം. പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? അത് എന്നോട് പറയൂ. ഞങ്ങളുടെ കാട്ടിൽ വരൾച്ചയാണ്. അവിടെ മഴ കിട്ടണമെങ്കിൽ നീ പാകിസ്ഥാനിലെ ആ പുണ്യനദിയിൽ ചെന്ന് സ്നാനം ചെയ്യണം. ഞാൻ പാകിസ്ഥാനിൽ കുളിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കാട്ടിൽ മഴ വരുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്. ആ, ഇതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവും. നിനക്ക് നിന്റെ മാന്ത്രിക ശക്തിയും കിട്ടും. ശരി, എങ്കിൽ നാളെ രാവിലെ നമുക്ക് പാകിസ്ഥാനിലേക്ക് തിരിക്കാം. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും സന്തോഷവാന്മാരാവും. യാത്രയ്ക്ക് തയ്യാറെടുത്തോളൂ. നാളെ രാവിലെ നമ്മൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പുറപ്പെടും. അടുത്ത ദിവസം രാവിലെ ഷേർ സിംഗും ചെമ്പയും മറ്റു മൃഗങ്ങളും ചേർന്ന് പാകിസ്ഥാനിലെ കാട്ടിലേക്ക് പുറപ്പെടാൻ ആരംഭിച്ചു. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ അവരെല്ലാവരും നദീതീരത്തെത്തി. നദീതീരത്ത് ഷേർ സിംഗിന്റെ പാദം സ്പർശിച്ചപ്പോൾ തന്നെ നദിയിൽ നിന്ന് ഒരു രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു. വെഡ്ഡി മൃഗങ്ങളെ, നിങ്ങൾക്ക് ഈ നദി മറികടക്കാൻ പറ്റില്ല. ആരെങ്കിലും ഈ നദി മറികടക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഞാൻ അവന്റെ കഥ കഴിക്കും. രാക്ഷസന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും പേടിക്കുന്നു. അതേസമയം ചെമ്പൈ അവനോട് പറയുന്നു, ഹേ അസുര രാജാവേ, താങ്കൾക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ മാന്ത്രികൻ മംഗളിന്റെ ഭാര്യയാണ്. എന്ത്? നീ മാന്ത്രികൻ മംഗളിന്റെ ഭാര്യയാണോ? അതെ അസുര രാജാവേ. പക്ഷെ നീ എന്തിനാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത്? പാകിസ്ഥാനിലെ ഒരു തടാകത്തിൽ ഞാൻ കുളിക്കുന്നത് കൊണ്ട് എന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് തീർച്ചയായും മാന്ത്രിക ശക്തി ലഭിക്കും. അതെനിക്ക് ഉറപ്പാണ്. പിന്നെ എന്റെ കാടിന് മഴയും ലഭിക്കും. എന്റെ കാട് കുറെ വർഷങ്ങളായി വരൾച്ചയിൽപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നന്മയുടെ കാര്യത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ തടയുന്നില്ല. പോയിക്കോ. ചെമ്പയുടെ കൂടെ എല്ലാവരും ചേർന്ന് നദി നീന്തി കടക്കുന്നു. കുറച്ചു നേരം കൊണ്ടുതന്നെ അവർ പാകിസ്ഥാനിലെ കാട്ടിലേക്ക് എത്തിച്ചേരുന്നു. നോക്ക്, ഇപ്പൊ നമ്മളെല്ലാവരും പാകിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞു. ഇനി മുതൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആ, നമുക്കെല്ലാവർക്കും എത്രയും വേഗം ആ തടാകത്തിലേക്ക് എത്തണം. അതിൽ കുളിച്ചിട്ട് വേണം എനിക്ക് ശക്തികൾ ലഭിക്കുവാനും നിങ്ങളുടെ കാട്ടിൽ മഴ പെയ്യുവാനും. അവിടെ പാകിസ്ഥാനിലെ രാജാവ് ഷേർഖാൻ വളരെയധികം ആശയക്കുഴപ്പത്തിലായിരുന്നു. മഹാരാജാവേ, കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ കാട്ടിൽ മഴ പെയ്തിട്ടില്ല. അത് കാരണം മൃഗങ്ങളെല്ലാം മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ എത്ര കാലം നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു വീഴുന്നത് നമ്മൾ നോക്കി നിൽക്കും? ഇൻഷാ അല്ലാഹ്, ഇതിനുള്ള പരിഹാരം നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇതിനിടയിൽ ഒരു പരുന്ത് അവിടേക്ക് പറന്നു വന്ന് പറയുന്നു, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കൂ. ഞാൻ ഭാരതത്തിലെ മൃഗങ്ങൾ നമ്മുടെ അതിർത്തി കടക്കുന്നത് കണ്ടുകൊണ്ടാണ് വരുന്നത്. എന്താ, അവരുടെ കൂടെ ഒരു ആട്ടിൻകുട്ടിയുണ്ടോ? അതെ, ഉണ്ട് രാജാവേ. ഞാൻ അവരെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
പരുന്ത് പറയുന്നത് കേട്ട് ഷേർഖാൻ പരിഭ്രമിച്ചില്ല, മറിച്ച് വളരെ ശബ്ദത്തിൽ അട്ടഹസിക്കുകയായിരുന്നു. അത് കണ്ടിട്ട് ചെന്നായ ചോദിച്ചു, മാപ്പാക്കണം ജനാബ്. അങ്ങ് അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. പണ്ട് എന്നോട് ഒരു പുരോഹിതൻ പറഞ്ഞിരുന്നു, ബാബ, ഞങ്ങളുടെ കാട്ടിൽ കുറെ വർഷങ്ങളായിട്ട് മഴയില്ല. മഴ പെയ്യിക്കാനായി ഒരു വഴി പറഞ്ഞു തരുമോ ബാബ? നിന്റെ കാട്ടിൽ മഴ പെയ്യിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. നിനക്കത് ചെയ്യാൻ സാധിക്കുമോ? എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ബാബ. ശരി, എന്നാ കേട്ടുകൊള്ളൂ. ഭാരതത്തിലെ കാട്ടിൽ മാന്ത്രികൻ മംഗളിന്റെ ഭാര്യ ചമ്പ ഗർഭിണിയാണ്. നീ എങ്ങനെയെങ്കിലും അവളെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്ന് ആ പുണ്യനദിയിൽ സ്നാനം ചെയ്യിച്ചാൽ നിന്റെ കാട്ടിൽ ഇഷ്ടം പോലെ മഴ ലഭിക്കുന്നതാണ്. ആ ആട് അവളുടെ ഇഷ്ടത്തിനല്ല, മറിച്ച് നമ്മുടെ ഇഷ്ടത്തിനാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ പറയുന്നത് എന്താണോ നിങ്ങൾ അതുമാത്രം ചെയ്താൽ മതി. പിന്നീട് ഷേർഖാൻ എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങൾ ഭാരതത്തിലെ മൃഗങ്ങളെ വരവേൽക്കണമെന്ന്. മഹാരാജാവേ, ശത്രുരാജ്യത്തിലെ മൃഗങ്ങളെ നമ്മളെന്തിനാണ് വരവേൽക്കുന്നത്? ഇത് സ്വാഗതമല്ല, മറിച്ച് കെണിയാണ്. കുറച്ചു നേരത്തിന് ശേഷം ഭാരതത്തിലെയും പാകിസ്ഥാനിലെയും മൃഗങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നു. പാകിസ്ഥാനിലെ മൃഗങ്ങൾ അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ സ്വീകരിക്കുമെന്ന്. എന്നാ പറയൂ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിനാണ് പാകിസ്ഥാനിലേക്ക് വന്നത്? എത്രയും പെട്ടെന്ന് തടാകം കണ്ടെത്തണം, എന്നിട്ട് വേണം എനിക്കതിൽ കുളിക്കാൻ. ചമ്പ ആ നദിയിൽ കുളിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കാട്ടിൽ മഴ ലഭിക്കുന്നതാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇത്രേ ഉള്ളോ കാര്യം? വരൂ, നമുക്ക് നദിയിലേക്ക് പോകാം. പിന്നെ ഷേർഖാൻ എല്ലാവരെയും കൂട്ടി നദിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെമ്പയും മറ്റു മൃഗങ്ങളും ചേർന്ന് കുളിക്കുന്നു. പുണ്യ നദിയിൽ സ്നാനം ചെയ്തപ്പോൾ ആടിന്റെ ശരീരത്തിൽ മാന്ത്രിക ശക്തി ലഭിക്കുന്നു. ചെമ്പൈ പുണ്യ നദിയിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ അവൾ കുഞ്ഞിന് ജന്മം കൊടുക്കുകയുണ്ടായി. ഇത് കണ്ടിട്ട് ആടിനേക്കാൾ സന്തോഷം ഷേർഖാനാണ്. ഓ, അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും എന്റെ ആശംസകൾ. നോക്കൂ, എന്നെ അമരനാക്കാനുള്ള കുട്ടി പാകിസ്ഥാനിൽ ഇതാ ജനിച്ചു കഴിഞ്ഞു. ഷേർഖാനിൽ നിന്നും ഈ വാക്കുകൾ കേട്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നു. താങ്കളെ അമരനാക്കാനുള്ള ആൾ ജനിച്ചു കഴിഞ്ഞു എന്നോ? അതിന്റെ അർത്ഥം എന്താണ്? എന്നോടൊരു മുസ്ലിം പുരോഹിതൻ പറഞ്ഞിരുന്നു, ഭാരതത്തിലെ ചമ്പ എന്ന ആട്ടിൻകുട്ടി പ്രസവിക്കുന്ന കുഞ്ഞ് ഞാൻ ഭക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അമരനായി തീരുമെന്ന്. പക്ഷെ ഞങ്ങളോട് ഞങ്ങളുടെ സ്വാമി പറഞ്ഞത് ചമ്പ പാകിസ്ഥാനിലെ പുണ്യനദിയിൽ സ്നാനം ചെയ്താൽ ഞങ്ങളുടെ കാട്ടിൽ മഴ ലഭിക്കുമെന്നാണ്. നിങ്ങൾ ഭാരതത്തിലെ ആൾക്കാർ വളരെ നിഷ്കളങ്കരാണ്. എന്നുവെച്ചാ? നീ ചെന്ന് കണ്ട ആ സ്വാമിയുണ്ടല്ലോ, ആ സ്വാമിയുടെ അടുത്തേക്ക് കുറുക്കനല്ലേ നിന്നെ കൊണ്ടുപോയത്. ആ, നീ സിംഹമായിട്ടും ഇത്ര വിട്ടിയായി പോയല്ലോ ഷേർ സിംഗ്. ഇവളെ ഞാൻ എന്നെ കാശ് കൊടുത്ത് വാങ്ങിയതാ. ഇവള് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് നിന്നെ സ്വാമിജിയുടെ അടുത്ത് കൊണ്ടുപോയത്. അപ്പോ നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? മാപ്പ് തന്നാലും സിംഹരാജാവേ, പക്ഷെ ഷേർഖാൻ ഈ കാട്ടിലെ അമരനായാൽ ഉടൻ തന്നെ എന്നെ ഇവിടുത്തെ മന്ത്രിയാക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്നോട് എന്താ പറഞ്ഞെന്നോ? യുദ്ധത്തിൽ എന്ത് തന്ത്രം വേണമെങ്കിലും പ്രയോഗിക്കാമെന്ന്. അപ്പോഴാ സ്വാമിയോ? അതും ഞാൻ അയച്ച പാകിസ്ഥാനിലെ ബാബ തന്നെയായിരുന്നു. പക്ഷെ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ചിരഞ്ജീവി ആവാൻ വേണ്ടി. നിന്റെ കുഞ്ഞിനെ ഭക്ഷിക്കുന്നതോടെ ഞാൻ അമരനായി തീരും. ഷേർഖാൻ ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കാനായി മുൻപോട്ട് വന്നപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു സ്വാമിജി പ്രത്യക്ഷപ്പെടുന്നു. നിൽക്കൂ ഷേർ സിംഗ്, കഥയിൽ ഇനിയും ട്വിസ്റ്റ് ബാക്കിയുണ്ട്. സ്വാമിജിയെ അവിടെ കണ്ടപ്പോൾ ഭാരതത്തിലെ മൃഗങ്ങളെല്ലാം സന്തോഷവാന്മാരാവുന്നു. നീ അയച്ച മുസ്ലിം പുരോഹിതൻ അവിടെ വേഷം മാറി വന്നിരുന്നുവെങ്കിലും ഞാൻ നേരത്തെ തന്നെ അവനെ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഞാനും സ്വാമിജിയും കൂടി അവനെ ബന്ധിച്ച് തടവിലാക്കി വെക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഗൂഢാലോചനയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്നോ? അതേ ചതിയെത്തി, ഞാൻ രാജാവാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കാതിരിക്കുമോ? പിന്നെ സ്വാമിജി ഷേർഖാനോട് രഹസ്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഈ പുണ്യനദിയിൽ സ്നാനം ചെയ്താൽ ഞങ്ങളുടെ കാട്ടിൽ മഴ ലഭിക്കുമായിരുന്നു. ഞാൻ കുളിച്ചതിനു ശേഷം എന്റെ ഭർത്താവിന്റെ മാന്ത്രിക ശക്തികളെല്ലാം എന്നിലേക്ക് വന്നു ചേർന്നു. ഇപ്പൊ ഞാൻ ശക്തിശാലിയാണ്. ഇനി മുതൽ നീ അത്ഭുത ശക്തി കാരണം ചമ്പയെയും അവളുടെ കുട്ടിയെയും നിനക്ക് തൊടാൻ സാധിക്കില്ല. എന്റെ രാജ്യത്ത് വന്ന് എന്നെ തന്നെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ ഭാരതീയർ എവിടെ ചെന്നാലും ഞങ്ങളുടെ രീതി ഇത് തന്നെയായിരിക്കും. എന്നെ അമരനാവുന്നതിൽ നിന്ന് ആർക്കും തടയാൻ പറ്റില്ല. ഞാൻ ഇപ്പം തന്നെ ഈ ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കും. ഷേർഖാൻ ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കാനായി മുൻപോട്ട് ചെന്നപ്പോൾ ചെമ്പൈ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അത് നേരിടുന്നു. ഷേർഖാന്റെ വിധി നടപ്പിലായി കഴിഞ്ഞു. ഇനി ഈ രാജ്യദ്രോഹി നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ഇവളെ ഭക്ഷിച്ച് അവൾക്കുള്ള ശിക്ഷ നൽകുന്നതാണ്. എന്നോട് ക്ഷമിക്കണം മഹാരാജാവേ, എനിക്ക് ശരിക്കും തെറ്റുപറ്റി.
എനിക്ക് മാപ്പ് തന്നാലോ? തെറ്റ് ചെയ്യുന്നവന് മാപ്പ് നൽകുന്നതാണ് വലിയ മഹത്വം ഷെർസിംഗ്. അവളോട് നീ ക്ഷമിച്ചേക്ക്. സ്വാമിജി പറഞ്ഞതനുസരിച്ച് ഷേർ സിംഗ് അവളോട് ക്ഷമിച്ച് അവളെ വെറുതെ വിടുന്നു. പിന്നീട് എല്ലാവരും തിരിച്ചവരുടെ കാട്ടിലേക്ക് പോകുന്നു. അവർ കാട്ടിലെത്തിയ ഉടനെ തന്നെ മഴ പെയ്യാൻ തുടങ്ങുന്നു. ചമ്പ, നിന്നെ കൊണ്ടാണ് കാട്ടിലെ സന്തോഷം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു നീ ഞങ്ങളുടെ കൂടെ കാട്ടിൽ തന്നെ താമസിക്കണമെന്ന്. ഷേർ സിംഗിന്റെ വാക്കുകൾ കേട്ട് ചെമ്പൈ അവരോടൊപ്പം കാട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു. പിന്നീട് എല്ലാ മൃഗങ്ങളും ചേർന്ന് സന്തോഷമായി ആ കാട്ടിൽ ജീവിക്കുന്നു. കാട്ടിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ റാണി എന്നു പേരുള്ള ഒരു ആട് താമസിക്കുന്നുണ്ടായിരുന്നു. റാണി ഗ്രാമത്തിലെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഒരു ദിവസം റാണിക്ക് വയ്യാണ്ടായി. അതേന്നേ, നമ്മുടെ റാണിക്ക് വയ്യാണ്ടായിരിക്കുകയാണ്. നിങ്ങൾ അവളെയും കൊണ്ടൊന്ന് ആശുപത്രി പോക്. ശരി, ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം. വേണ്ട യജമാനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നാളെ ഞാൻ സ്വന്തമായിട്ട് ഡോക്ടറെ കാണാൻ പോയിക്കൊള്ളാം. പക്ഷെ റാണി, നിനക്ക് ഒട്ടും വയ്യാണ്ടിരിക്കല്ലേ? എന്നെ ധീരതയുള്ള ആടായിട്ടല്ലേ നിങ്ങൾ കാണുന്നേ? നാളെ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം ഡോക്ടറെ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ വയ്യാണ്ടിരിക്കുന്ന ആട് ഡോക്ടറിനെ കാണാൻ ഒറ്റയ്ക്ക് പോകും. കൂട്ടരെ, മിണ്ടരുത്. ഇന്ന് നമ്മൾ ആ ആടിനെ വേട്ടയാടുന്നതാണ്. കാലു കശാപ്പുകാരുടെ ആൾക്കാർ ഒളിഞ്ഞിരിക്കും. ആട് അവരുടെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും മൂന്നുപേരും കൂടെ ആടിനെ അങ്ങ് തടയും. കൂട്ടരെ, പിടിക്കതിനെ. എന്നെ എന്തിനാ പിടിച്ചു നിർത്തുന്നേ? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നീ വളരെ ധൈര്യമുള്ള ആടായി മാറിയല്ലേ. ഇപ്പൊ നീ ഞങ്ങളുടെ മുമ്പിൽ നിന്റെ ധൈര്യം ഒന്ന് കാണിക്കേ. ധൈര്യശാലി ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ ദേ ഈ നിൽക്കുന്ന കാലു നിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മട്ടൻ മസാലയും മട്ടൻ ബിരിയാണിയും മട്ടൻ കുറുമയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വിറ്റ് കളയും. തൊടരുത്. ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും എന്നോട് എന്ത് സ്നേഹമാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളാണ് എന്നെ കൊല്ലാൻ നോക്കുന്നതെന്ന് അവരെങ്ങാനും അറിഞ്ഞാൽ വെറുതെ വിടില്ല ഒരുത്തനെ. വിധിയാടെ, ഞാൻ നിന്നെ കൊല്ലുന്നത് ഈ ഗ്രാമവാസികളെ എങ്ങനെ അറിയാനാ? ചുറ്റുമൊന്ന് നോക്ക്. ഇവിടെ ഗ്രാമത്തിലുള്ള ഒരുത്തം പോലും ഇല്ല. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് നിന്റെ പണി തീർന്നു മോളെ. നിങ്ങൾക്ക് എന്നെ ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല. എന്നെ കൊല്ലുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ രോമത്തെ പോലും നീയൊന്നും തൊടില്ല. എന്താ പറഞ്ഞത്? കൂട്ടരെ, പിടിക്കതിനെ. അവര് മൂന്നുപേരും അവളെ പിടിക്കാൻ പോകുമ്പോ ആടപ്പോഴേക്ക് അവിടെ നിന്ന് ഓടി. വായോ വായോ, എന്നെ നിങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് പിടിച്ച് കാണിച്ച. അവര് ഓടിയിട്ടും അവർക്ക് അവളെ പിടിക്കാനേ പറ്റിയില്ല. അതുകൊണ്ട് ദേഷ്യത്തോടെ മൂന്നുപേരും പിന്നെ ഓടാൻ തുടങ്ങി. ഓടുന്ന വഴി അവരൊരു കുഴിയിൽ അങ്ങ് വീഴും. അവര് മൂന്നുപേരും കുഴിയിൽ വീണ് കിടക്കണത് കണ്ട് ആട് പൊട്ടി പൊട്ടി ചിരിക്കും. കശാപ്പുകാരാ, കുഴിയിൽ വീണിട്ടിപ്പോ എങ്ങനെയുണ്ട്? എന്നെ കളിയാക്കുന്നോ? പിന്നോട്ടൊന്ന് നോക്ക്, നിന്റെ കഥ തീർന്നു. ആടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ തന്നെ കശാപ്പുകാരന്റെ ബാക്കി ആൾക്കാരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയ്യോ, പിന്നെ ആൾക്കാരോ? തക്രീത് വരെ ഞാനൊന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ പറഞ്ഞ് ആട് ഒരു പ്രാവശ്യം കൂടെ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി. എടാ പൊട്ടന്മാരെ, ആ ആട് ഓടിപ്പോകുന്നത് കണ്ടില്ലേ? പിടിക്കതിന്. അതിന്റെ പിന്നാലെ പോ. ആ ആട് ഗ്രാമത്തിലെത്തിക്കഴിഞ്ഞാ നമ്മളെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. നമ്മുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ആ ആടിന്റെ പിന്നാലെ ഓട്. കാലു കശാപ്പുകാരുടെ ആൾക്കാര് വീണ്ടും ആടിനെ തപ്പി അങ്ങ് ഓടി. ആട് ദേ അവിടെ വീണിരിക്കുന്നു. വാ, നമുക്കതിനെ പോയി പിടിക്കാം. ഗുണ്ടകൾ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് വേഗത്തിൽ തന്നെ എണീറ്റ് അവൾ അവിടെ നിന്ന് ഓടും. കാലു കശാപ്പുകാരൻ അവന്റെ ആൾക്കാരുടെ അടുത്ത് വന്ന് പറയും, ചെല്ല്, പെട്ടെന്ന് ചെന്നതിനെ പിടിക്ക്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആടിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി അതിന് അധിക ദൂരത്തേക്കൊന്നും ഓടാൻ പറ്റില്ല. വരൂ, പിടിക്കാം. ഇത്രയും പറഞ്ഞ് കാലു കശാപ്പുകാരനോ അവരുടെ ആൾക്കാരോ അവളുടെ പുറകെ ഓടി. ഗ്രാമം കുറച്ച് ദൂരെയായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കാനായി റാണി ഒരു കാട്ടിലേക്ക് അങ്ങ് പോകും. ഇത് കണ്ട് കശാപ്പ് പറയും, ഇതെന്തിനാ കാട്ടിലേക്ക് ഓടുന്നത്? ഏയ് നിക്ക്, കാട്ടിലെത്തി അവിടുത്തെ മൃഗങ്ങൾ നിന്നെ കടിച്ചു കീറും. മുതലാളി, ഇനി എന്ത് ചെയ്യും? അത് കാടിലേക്ക് ഓടിപ്പോയല്ലോ, നമുക്കതിനെ പോയി പിടിക്കണ്ടേ? സാരമില്ല, നമുക്ക് ഈ ആട് കിട്ടിയില്ലെങ്കിലും വേറെ ആടിനെ പോയി പിടിക്കാം. വരൂ. ഇത്രയും പറഞ്ഞ് കശാപ്പുകാരനോ ആൾക്കാരോ അവിടെ നിന്ന് തിരിച്ചു പോകും. വൈകുന്നേരമായിട്ടും റാണിയെ കാണാത്തതിന്റെ വിഷമത്തിലായി എല്ലാരും. ആടിനെ ഒറ്റയ്ക്ക് ഡോക്ടറെ കാണാൻ പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല. ഇപ്പൊ നേരം സന്ധ്യയായി, ആട് ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. എനിക്ക് വല്ലാണ്ട് പേടിയാവണു. അവക്കെന്തേലും ഇനി സംഭവിച്ചോ? നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ടെന്നേ. ആ ആട് നല്ല ധൈര്യശാലിയല്ലേ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് വീട്ടിലേക്ക് എത്തിക്കോളും.
ഇനി അതെങ്ങാനും വന്നില്ലെങ്കിൽ നമുക്കതിന് തേടി പോവാന്നേ. നാട്ടുകാര് സംസാരിക്കണത് കണ്ട് കശാപ്പുകാരൻ പറഞ്ഞു, ഇനി ആ ആടിനെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഇപ്പൊ തന്നെ കാട്ടിലുള്ള മൃഗങ്ങൾ ആ ആടിനെ കടിച്ചു കീറിക്കാണും. ആട് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ നാട്ടുകാരെല്ലാം കാത്തിരുന്നു. ജീവനം കൊണ്ട് രക്ഷപ്പെട്ട ആട് കാട്ടിന്റെ അകത്ത് ഏതോ ഒരു തടാകത്തിന്റെ അടുത്തെത്തും. എനിക്ക് നന്നായി ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കുടിച്ചേക്കാം. റാണി ആട് വെള്ളം കുടിക്കാൻ പോകുമ്പോ ഒരു ഭീകരനായ ഒരു സിംഹം അവിടെ വരും. സിംഹത്തിനെ കണ്ട ഒരു നിമിഷം ആടൊന്ന് പേടിക്കും. പരിക്കേറ്റ ആടിനെ കാണുമ്പോ സിംഹം പറയും, നീ കാട്ടിലെ ആടല്ലെന്ന് തോന്നുന്നു. സത്യം പറയണം, നീ ആരാ? എന്തിനിവിടെ വന്നു? എന്റെ പേര് റാണിയാടെന്നാണ്. എന്റെ നാട്ടുകാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തിനിവിടെ വന്നു? കശാപ്പുകാരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് കാട്ടിലേക്ക് അറിയാതെ കയറി വന്നതാ. ഇവിടെ വന്നപ്പോ നിങ്ങളെ കണ്ടു. ഇനി എന്റെ കാര്യം എന്താകുമോ? പേടിക്കണ്ട, ഇവിടെ മനുഷ്യരാരുമില്ല. അതുകൊണ്ട് നീ സുരക്ഷിതയാണ്. എന്ന് പറഞ്ഞാ നിങ്ങൾ എന്നെ കൊല്ലുന്നില്ല എന്നാണോ? ഇല്ല, ഞാനിവിടുത്തെ രാജാവാണ്, നീ നാട്ടിലെ റാണിയും. അതുകൊണ്ട് എനിക്കെങ്ങനെ നിന്നെ കൊല്ലാൻ കഴിയും? നന്ദിയുണ്ട് രാജാവേ. എനിക്ക് പരിക്കുണ്ട്, നല്ല ക്ഷീണവും ഉണ്ട്. ഇവിടെ ഒന്ന് വിശ്രമിക്കാനായിട്ട് ഇടം കിട്ടുമോ രാജാവേ? പിന്നെ തീർച്ചയായും, ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. അതുപോലെ നീ നാട്ടിലെ റാണിയുമാണ്. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ അതിഥിയല്ലേ? അതുകൊണ്ട് നിനക്ക് എത്ര നേരം വേണമെങ്കിലും എൻ്റെ ഗുഹയിൽ വിശ്രമിക്കാം. ആടിനെ അങ്ങനെ സിംഹം ഗുഹയിലോട്ട് കൊണ്ടുപോകും. കുറച്ചു നേരം വിശ്രമിക്കും. രാത്രിയാകുമ്പോ സിംഹം അവളോട് ചോദിക്കും, ആടെ, എന്നോട് പറയേ, നിന്നെ ഈ പരിക്കേൽപ്പിച്ചത് ആരാണ്? ഞാൻ അവനെ വെറുതെ വിടില്ല. ആ കശാപ്പുകാരൻ ചേട്ടാ, അവൻ എന്നെ ജീവനോട് കൊല്ലണമെന്ന് പറയണേ. നീ എന്നെ സഹോദരനെന്ന് വിളിച്ചോ? അതെ, ഈ ലോകത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേറെ ആരും ഇല്ല. ഇന്നു മുതൽ ഞാൻ നിന്റെ രക്ഷകനായിരിക്കും. രാജാവ് പ്രജകളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ഞാൻ അതുപോലെ നിന്നെയും പഠിപ്പിക്കാം. നിന്റെ ഹൃദയം ഒരാടിൻ്റെതായിരിക്കാം, പക്ഷെ നാളെ അതൊരു സിംഹത്തിന്റെ ആയിരിക്കും. അടുത്ത ദിവസം തൊട്ട് സിംഹം ആടിന് സിംഹത്തിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കും. കുറച്ചു ദിവസം കൊണ്ട് തന്നെ റാണി ആട് സിംഹത്തെ പോലെ ആകും. ചേട്ടാ, ഞാൻ തയ്യാറായിരിക്കുന്നു. ഇനി ഞാൻ എന്റെ ഗ്രാമത്തിലോട്ട് പോയിക്കോട്ടെ? അതെ, വരൂ, ഞാൻ നിന്നെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവിടാം. ഇല്ല ചേട്ടാ, നിങ്ങളുടെ ട്രെയിനിങ് കൊണ്ട് ഞാൻ ധീരതയുള്ള ആടായി മാറി. 5-10 കശാപ്പുകാരൊക്കെ വന്നാലും ഞാൻ ഒറ്റയടിക്ക് തീർക്കും. ആടിന്റെ ധൈര്യം കണ്ട് സിംഹരാജാവിന് സന്തോഷമാകും. ശരി സഹോദരി, പക്ഷേ ഈ സഹോദരനെ ആവശ്യമുള്ളപ്പോഴെല്ലാം ഒന്ന് ശബ്ദമുണ്ടാക്കിയാൽ മാത്രം മതി. നിന്റെ സഹോദരൻ നിന്റെ തൊട്ടടുത്തുണ്ടാവും. ശരി ചേട്ടാ. സിംഹരാജാവിനോട് നന്ദി പറഞ്ഞ് റാണി ആട് അവിടെ നിന്ന് പുറപ്പെടും. ഗ്രാമമുഖ്യ, ആടിനെ കാണാതായിട്ട് ഒരുപാട് ദിവസമായി. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. അതെ, നമുക്കെന്തായാലും അതിനെ അന്വേഷിച്ച് പോവാം. കൃത്യസമയത്തിന് ആട് അവിടെ വരും. ഗ്രാമമുഖ്യ, ദേ കണ്ടില്ലേ, റാണിയാടിനെ തിരിച്ചെത്തിയിരിക്കുന്നു. തിരിച്ചു വന്ന റാണിയാടിനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും. എല്ലാരും അത് ആഘോഷിക്കും. അപ്പുറത്ത് കാലു കശാപ്പുകാരൻ ആട് തിരിച്ചു വന്നെന്നറിഞ്ഞപ്പോൾ ആലോചിക്കും, ഇനി ആ ആടിനെ കശാപ്പ് ചെയ്യാതെ ഞാനിനി വിശ്രമിക്കില്ല. കാൽച്ചേട്ടാ, കാട്ടിൽ നിന്ന് ജീവനോടെ ആ ആട് തിരിച്ചെത്തിയെന്നാ കേട്ടത്. അതെ, അതിന് സിംഹത്തിന്റെ നഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ എൻ്റെ കത്തിയിൽ നിന്ന് പറ്റില്ല. ഇന്ന് രാത്രി തന്നെ നമുക്കതിന്റെ പണി തീർക്കണം. രാത്രിയാവുമ്പോ കാലു കശാപ്പുകാരനും കൂട്ടരും കൂടെ ആരും അറിയാതെ രവിയുടെ വീട്ടിലേക്ക് വരും. കൂട്ടരെ, ആടിനെ ബന്ദിയാക്കി അറവുശാലയിലേക്ക് കൊണ്ടുപോകണം. 3 പേര് റാണി ആടിന്റെ കണ്ണു മൂടിക്കെട്ടി അവിടുന്ന് അവളെ അങ്ങ് കൊണ്ടുപോകും. നാളെ പ്രഭാതത്തിൽ ആദ്യം തന്നെ ഈ ആടിനെ അറക്കണം. മനസ്സിലായോ? ശരി മുതലാളി. ആടിനെ അവിടെ കെട്ടിയിട്ടിട്ട് അവരവിടെ നിന്ന് പോകും. അവര് കെട്ടിയിട്ടിരുന്ന സ്ഥലത്തേക്ക് 3 പേര് രാവിലെ ആവുമ്പോഴത്തേക്ക് എത്തും. അവര് വന്ന് നോക്കുമ്പോ ആട് കിടന്ന സ്ഥലത്ത് ഒരു പൂട പോലുമില്ല. എല്ലാം തീർന്നു മുതലാളി, ഒരു മൃഗത്തെയും കാണുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? പറയേ, ആടെവിടെ? സിംഹത്തിൽ നിന്നും ട്രെയിനിങ് എടുത്ത ആട് അപ്പോഴേക്ക് എത്തും. നീ എന്താടാ വിചാരിച്ച്? ആട് ഫ്ലവർ ആണെന്നോ? ഈ ആട് ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. സാധാ ഫയർ അല്ലടാ, വൈൽഡ് ഫയർ. പുഷ്പ സിനിമ കണ്ടു വന്നതാണോ? ഈ ഫ്ലവറും ഫയറൊക്കെ സിനിമയിലുണ്ടാവും. യഥാർത്ഥത്തിൽ കശാപ്പുകാരന്റെ കത്തി ആടിന്റെ കഴുത്തിൽ വീണിരിക്കും. എന്നെ കൊല്ലാൻ നിന്റെ വാക്കത്തേക്ക് മൂർച്ചയില്ലടാ. ഈ റാണിയുടെ കഴുത്തിറക്കൽ അത്ര എളുപ്പമല്ല. മുതലാളി, ഇതൊരുപാട് സംസാരിക്കുന്നു. വരൂ, ഇന്ന് നമുക്കതിനെ 4-5 പീസാക്കി മുറിക്കണം.
3 പേരും കൂടെ ചേർന്ന് റാണീനെ ആക്രമിക്കാൻ തുടങ്ങും. റാണി ആടിന് സിംഹരാജാവാണ് ട്രെയിനിങ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ റാണി ആട് കശാപ്പുകാരെ നല്ല കശാപ്പാക്കി അവിടെ ഇട്ടിട്ട് പോയി. ഈ ആട് സിംഹത്തെ പോലെയാണല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. അതെ, നമുക്കതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. മറ്റെല്ലാ ജീവികളെയും ഈ ആട് തന്നെ മോചിപ്പിച്ചതെന്ന് തോന്നുന്നു. ഞാനാടാ എല്ലാരും അഴിച്ചു വിട്ടത്. പക്ഷെ നീ വെറും പീറ ആടല്ലേ, എന്നിട്ട് നിനക്കെങ്ങനെ അവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞു? എന്നെ സാധാരണക്കാരിയായി കണ്ടതല്ലേ, അങ്ങോട്ട് നോക്ക്. എന്റെ ദൈവമേ, ഇത് കാട്ടിലെ അപകടകാരിയായ മൃഗങ്ങളാണല്ലോ. ഇത്ര തന്നെ അപകടകാരിയാണ് ഞങ്ങളുടെ സഹോദരി റാണിയാടും. മനസ്സിലായോ? റാണിയാട് ഞങ്ങളുടെ സഹോദരിയാണ്. അവളെ ഉപദ്രവിക്കാൻ വരുന്നവരെ ഞങ്ങൾ കണ്ണു ചൂഴ്ന്നെടുക്കും. മൃഗങ്ങളുടെ ദേഷ്യം കണ്ട് കശാപ്പുകാരൻ പേടിച്ചുപോയി. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, ഞങ്ങൾക്കെല്ലാവരും മാപ്പ് തരണം. മാപ്പ് പറയണമെങ്കിൽ ഞങ്ങളുടെ സഹോദരിയോട് പറയേ, അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളെയൊക്കെ ഞങ്ങൾ കടിച്ചു കീറി തിന്നും. എനിക്ക് മാപ്പ് തരണം ആടേ. ആടെന്നല്ല, ആട് സഹോദരി എന്ന് വിളിക്കുക കശാപ്പുകാരാ. ഞങ്ങളോട് ക്ഷമിക്കണം ആട് സഹോദരി. അവിടേക്ക് തലവൻ ഉൾപ്പെടെ ഗ്രാമത്തിലെല്ലാവരും വരും. നാടുവാഴി, ഈ കശാപ്പുകാരാണ് ഈ നാട്ടിലെ മൃഗങ്ങളെ കൊല്ലുന്നത്. അതേ ഗ്രാമമുഖ്യ, ഇന്നലെ രാത്രി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ കശാപ്പുകാരൻ ഞങ്ങളെ കൊന്നേനെ. ആടേ, നീ ധൈര്യശാലിയായ ആടായതുകൊണ്ട് നിന്റെ മാത്രമല്ല മറ്റുള്ള ജീവികളുടെയും ജീവൻ രക്ഷിച്ചു. ഞങ്ങൾ നിന്നിൽ അഭിമാനിക്കുന്നു. അതൊക്കെ ശരി തന്നെ ഗ്രാമമുഖ്യ. പക്ഷേ ഈ കശാപ്പുകാരൻ എന്തു ചെയ്യും? ഈ കശാപ്പുകാരനെ കൊന്ന് നമ്മൾ ഇന്ന് കശാപ്പ് ബിരിയാണി കഴിക്കുന്നതാണ്. ഇല്ല ചേട്ടാ, നമ്മള് കശാപ്പുകാരെ പോലെ ആയിക്കഴിഞ്ഞാ അവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ഉള്ളത്? പിന്നെ അവരെ വിട്ടേക്ക്. ആടങ്ങനെ പറഞ്ഞതുകൊണ്ട് സിംഹരാജാവ് അവരെ വെറുതെ വിട്ടു. തലവൻ ആ കശാപ്പുകാരെ ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു. ആ ദിവസത്തിനു ശേഷം ഗ്രാമത്തിലെ ഒരു മൃഗവും കൊല്ലപ്പെട്ടിട്ടില്ല. അതിനുശേഷം എല്ലാ മൃഗങ്ങളും ഗ്രാമത്തിലെ ആൾക്കാരും സന്തോഷത്തോടെ ആ ഗ്രാമത്തിൽ ജീവിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.